ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേ ഒരു മുള്ളാത്ത എന്ന് പറയുന്നൊരു ചക്കയാണ്. ഇത് നല്ലതാണ്, നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അരി കൊണ്ട് കിളിപ്പിച്ച് തൈ ഉണ്ടായി, അങ്ങനെ കായ ഉണ്ടായതാണ്. ഇതിൻ്റെ പഴം നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. ഇനി നമുക്ക് അത്രയും ഇതിൻ്റെ പഴുത്തതിൻ്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടമില്ല. അപ്പോഴാണ് നമ്മളിതിനെ പച്ചയ്ക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു നോക്കിയത്. അങ്ങനെ ഇത് അല്പം തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഈ സവാള, പച്ചമുളക്, ഇത്രയും മതി നമുക്ക് സാധനങ്ങൾ. പിന്നെ ഇതിപ്പോൾ ഒരു ശകലം വിളഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെക്കാട്ടിലൊരു ശകലം കൂടെ നേരത്തെ പറിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതേപോലെ ഇങ്ങനെ അരികളിങ്ങനെ കുത്തിക്കളയണം. ഇതിൻ്റെ അരി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മുടെ ചക്കയുടെ തന്നെ വേറൊരു വേർഷനാണിത്. ഇതിൻ്റെ അരി ഇങ്ങനെ എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് ഇതിൻ്റെ അരികളെല്ലാം ഇങ്ങനെ കുത്തിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഓരോ പീസും എടുത്ത് ഇങ്ങനെ നമ്മൾ നോക്കണം ഇതിനകത്ത് അരി ഉണ്ടോ എന്നുള്ളത്. പക്ഷേങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പറിക്കുകയാണെങ്കിൽ ഈ അരി ഇത്രയും വിളയത്തില്ല. അപ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ അരിയാൻ പറ്റും. ഇതൊരല്പം വിളഞ്ഞു പോയിട്ടുണ്ട്. അത് കാരണം അരി ഇങ്ങനെ നന്നായിട്ട് കുത്തിക്കളയണം. ശേഷം ഇതുപോലെ ചെറിയ നീളത്തിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല ടേസ്റ്റായത് കൂട്ടാനുണ്ടാക്കുമ്പോഴത്തേക്ക്. നമ്മുടെ എന്താ പറയുന്നത്, ചീമച്ചക്കയൊക്കെ കൂട്ടാൻ വയ്ക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്ന് വെച്ചായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനകത്ത് ഈ പ്രാവശ്യം ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം. അതിനകത്ത് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകി വാരിയെടുക്കണം. അതിനുശേഷം ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ തോരനൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ കടുകിടുക. പിന്നെ ഉള്ളി ഇടണ്ട, നമ്മൾ സവാള നന്നായിട്ട് ചേർക്കുന്നത് കൊണ്ട് കൊച്ചുള്ളി അത്രയും ചേർക്കുന്നില്ല. കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പം വളരെ നല്ല തോരനാണ്. നമ്മൾ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇടുന്നത്. നേരത്തെ ഒരു പ്രാവശ്യം ഇത് ഞാൻ തോരൻ വെച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരിയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇത് തോരൻ വയ്ക്കാൻ നല്ലതാണെന്ന്. ഇതിലേക്ക് നമ്മൾ അല്പം തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടുക. പിന്നെ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് ഞാനൊരു 3 പച്ചമുളക് ഇട്ട് ശകലം വലുതായിട്ട് അങ്ങ് അരിഞ്ഞിട്ടേക്കും. അഥവാ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അങ്ങ് എടുത്ത് കളഞ്ഞിട്ടാണെങ്കിലും അവർക്ക് കഴിക്കാമല്ലോ. അതിനുവേണ്ടി അല്പം വലുതായിട്ടാണ് പച്ചമുളക് അരിഞ്ഞിട്ടിരിക്കുന്നത്. അതിലോട്ട് ഒരു സവാള, കുറച്ച് കരിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി അങ്ങ് ഒരുപാട് മൂത്ത് ഒന്നും പോവണ്ട. ഒരു തോരൻ പോലുള്ള ഒരു വിഭവമാണ്. ഒരു തോരനായിട്ട് തന്നെ നമുക്ക് കൂട്ടാം. അപ്പോൾ ഇതങ്ങ് ഒത്തിരി വഴന്ന് മറ്റുള്ള കറികൾക്ക് ആകുന്നത് അത്രയും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരിഞ്ഞ ചക്ക, അതായത് മുള്ളാത്ത, അത് നമ്മൾ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം തേങ്ങ ചിരകിയത്, തേങ്ങ വേണമല്ലോ. നമുക്ക് ഏത് തോരനാണെങ്കിലും നമ്മൾ അല്പം തേങ്ങ ചേർക്കണം. തേങ്ങ കൊത്തി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതൊരു രുചിക്ക് വേണ്ടി ഇട്ടതാണ്. എന്നാലും അല്പം തേങ്ങ തിരുമിയതും കൂടെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി. ഇപ്പം മഞ്ഞൾപ്പൊടി നമ്മളുടെ ആവശ്യത്തിന് ചെറിയ സ്പൂണിന് ഒരു 1.25 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചത്, അത് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നല്ലതാണ് മഞ്ഞൾപ്പൊടി. ഇച്ചിരി നമ്മൾ വെറുതെ മഞ്ഞൾപ്പൊടി എന്തായാലും കഴിക്കത്തില്ല. ഇപ്പോൾ തോരനകത്തായിക്കോട്ടെ. മസാലപ്പൊടിയാണ് ഇത്, നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്. നമ്മൾ എല്ലാ വകയും കൂടി ചേർത്ത് പൊടിച്ച മസാലപ്പൊടി, അത് ഒരു 1.5 സ്പൂണ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഉപ്പും അവനവൻ്റെ ആവശ്യത്തിന് നമ്മുടെ സാധനം എത്രയും ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിതിനൊരു ചെറിയ സ്പൂണിന് ഒരു 1.5 സ്പൂണാണ്
ഇടുന്നത്. ഒരുമാതിരി നല്ല വലിയൊരു ചക്കയായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ അരപ്പിൻ്റെ പൊടിയൊക്കെ അങ്ങോട്ട് പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ കപ്പാണ്, ഒരുപാട് വെള്ളം വേണ്ട, വലിയ വേവില്ല, എന്നാൽ അല്പം വേവുണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുള്ളാത്ത ചക്ക ഇത് പഴുത്ത് കഴിക്കാൻ പറ്റാത്ത എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം.